എവരിവൺ അസ്സലാമു അലൈക്കും. ഇത് നമുക്ക് നല്ല അടിപൊളി ഒരു കബ്സ റെഡിയാക്കി എടുക്കാം. സൗദി ട്രഡീഷണൽ കബ്സയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. കബ്സ റെഡിയാക്കി എടുക്കാൻ ഏറ്റവും നല്ലത് സെല്ല റൈസാണ്. കബ്സ റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് 1-2 കാര്യങ്ങളും കൂടെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ അല്പം പാലിൽ ഒരു പിഞ്ച് കുങ്കുമപ്പൂവും കൂടെ ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് സോക്കായി കിട്ടട്ടെ. പിന്നെ വേണ്ടത് ഒരു ഡ്രൈഡ് ലെമണാണ്. അതും കൂടെ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ഈ ലെമൺ ഇതിലിങ്ങനെ പൊങ്ങി നിൽക്കും. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിന് മുകളിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 നൈഫാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാല പുരട്ടാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കനിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കബ്സ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കബ്സ മസാലയും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹോം മെയ്ഡ് കബ്സ മസാലയാണിത്. ഇനി നമുക്ക് അരമണിക്കൂർ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് ഊറ്റി റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. ഒരു 2 വലിയ സവാള തിന്നായി അരിഞ്ഞതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇത് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു 3 പച്ചമുളക് ഒന്ന് കീറിയിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒലിവ് ഓയിലാണ് ഇവർ കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ പ്യൂരി വാങ്ങാനായിട്ട് കിട്ടും. അതും ചേർത്ത് കൊടുക്കുക. അതാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ജസ്റ്റാണ്. അതായത് ഓറഞ്ചിൻ്റെ സ്കിന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് ഒരു സൗദി ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അവർ വെക്കുന്ന രീതിയിൽ. ഇനി തൊലി കളയാതെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പൊട്ടറ്റോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കബ്സ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കന് മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് വെള്ളം എങ്ങനെയായാലും ഇതിൽ നിന്ന് വറ്റും. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ലെമണും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് എത്രയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഈ സമയത്ത് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം. ഇതെല്ലാം ഒന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് കുറച്ച് സമയം നല്ലതായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ലതായിട്ട് കുക്കായി. അപ്പോൾ ചിക്കനും പൊട്ടറ്റോയും ഞാനിതിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇത് വേവുന്നത് വരെ ഇത് തിളപ്പിക്കണം. അതായത് പൊട്ടറ്റോയും ചിക്കനും ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് കിട്ടണം. ഇനി നല്ലതായിട്ട് തിളച്ചിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ കബ്സ റൈസ് അല്ലെങ്കിൽ നമ്മുടെ സെല്ല റൈസ് സോക്ക് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ക്യൂബ് ചേർത്തു. പിന്നെ നമ്മൾ ചിക്കനിലേക്കുള്ള ഉപ്പും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അല്പം നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്യൂ നട്ട്സ് അതുപോലെ തന്നെ ബദാം പിന്നെ അല്പം റൈസിൻസും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ കബ്സ അവിടെ കുക്കാവട്ടെ. അപ്പോൾ ഈ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിലിട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ റൈസ് ഒരു 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളം മുഴുവൻ വറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ സാഫ്രോൺ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. റൈസ് അടിയിലുള്ള റൈസിനൊക്കെ ഒന്ന് മേലേക്ക് ഒന്ന് ഇളക്കി മറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് എല്ലാ റൈസും ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി സാഫ്രോൺ മിൽക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ റൈസ് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും മാറ്റിയെടുത്തല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വെള്ളം വേണമെങ്കിൽ ഒന്ന് അളന്നെടുക്കുക കേട്ടോ. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് വെള്ളം പാളിപ്പോവില്ല. അതുപോലെ തന്നെ ആ ഒരു റൈസ് കുക്കാവാനുള്ള വെള്ളം അതിലുണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തണേ. ഇത് ഞാനിപ്പോൾ ഇടയ്ക്ക് ചെയ്യുന്നത് കാരണം എനിക്കത് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പം എനിക്ക് ഈ പാത്രത്തിൽ എത്രത്തോളം വെള്ളം ഉണ്ടാകുമ്പോഴാണ് ഈ 2 കപ്പ് അരിക്ക് കറക്റ്റ് ആവുകയെന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് അളന്നെടുക്കാം കേട്ടോ വെള്ളം. ഇപ്പോൾ നമ്മുടെ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കബ്സയാണ്. ശരിക്കും നമ്മൾ സൗദിയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന പോലത്തെ ഒരു ഫ്ലേവറാണ് ഇതിന്. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് റൈസ് വിളമ്പിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് പൊട്ടറ്റോ ഒക്കെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സാഫ്രോൺ മിൽക്ക് ഒഴിച്ച സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ടൊമാറ്റോ സാൽസ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൗദി ട്രഡീഷണൽ കബ്സയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.